ഇന്നിപ്പോൾ നമ്മളെ എക്സിബിഷൻ്റെ അവസാനത്തെ ദിവസമാണ്, മൂന്നാമത്തെ ദിവസമാണ്. ഏകദേശം 3 മണി കഴിഞ്ഞു. ഇപ്പോഴും നമ്മളുടെ വിസിറ്റേഴ്സിൻ്റെ വരവ് തീർന്നിട്ടില്ല. എപ്പോഴും രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ അവിടെ ആളുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു സക്സസ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അല്ല, സക്സസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ സക്സസ് നമ്മൾ എല്ലാ കൊല്ലവും സക്സസ് ആവാറുണ്ടല്ലോ. ഒരിക്കലും നമ്മളെ എക്സിബിറ്റേഴ്സിനെ നിരാശപ്പെടുത്താറില്ല. പക്ഷെ നമ്മൾ ഈ കൊല്ലത്തെ നമ്മളെ എഫേർട്ട് ഉണ്ടല്ലോ, നമ്മളെ ഇൻവിറ്റേഷൻ എഫേർട്ട്, അത് ശരിക്കും ജനങ്ങളിലേക്ക് എത്തി എന്നുള്ള ആ ഒരു കറക്റ്റ് ആയിട്ട് ടൈമിങ്ങും കറക്റ്റാ. അതായത് ദീപാവലിന്റെ മുന്നേയുള്ള പർച്ചേസിംഗിനുള്ള ആ ഒരു ഘടകം, അതൊക്കെ വെച്ചിട്ട് ഈ സൗത്ത് ഇന്ത്യ ഫുള്ളി നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു മെയിൻ വിസിറ്റർ ലിസ്റ്റ് വരിക ആന്ധ്ര, തെലങ്കാന, കർണാടക, സൗത്ത് ഇന്ത്യ ആണല്ലോ. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നത് നോർത്ത് എന്ന് പറഞ്ഞുകൂടാ. നമ്മള് ഗോവ, മഹാരാഷ്ട്ര ആ ബെൽറ്റിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് നോർത്തിൽ നിന്ന് സെപ്പറേറ്റ് ഉണ്ട്. പക്ഷെ മഹാരാഷ്ട്ര കുറച്ച് വളരെ കൂടുതലായിട്ട് ഇപ്രാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി ക്ലോസ് ചെയ്തപ്പോ ഏതാണ്ട് 10,000+ ആണ് ഇന്നലെ രാത്രിത്തെ. 2016 ഇറങ്ങിയ മാതിരി ഇറങ്ങിയെന്ന് പറയാം. അത് നമ്മളിറങ്ങണ പറയാം നമ്മളെ മാർക്കറ്റിംഗ് സ്റ്റാഫുകള്. കഴിഞ്ഞ വർഷം നമ്മളിതില് വന്ന എന്താ വെച്ചാല് നമ്മള് ആളെ വിട്ടേക്കായിരുന്നു. അത് സംസാരിച്ച് ജസ്റ്റ് കൊടുത്തു പോയായിരുന്നു. ഇത് അരമണിക്കൂറോളം ഇരുന്ന് ഹാർഡ് വർക്കിന്റെ റിസൾട്ട് തന്നെയാണ് ഇത്രയും അധികം ആളുകളെ നമ്മുടെ എക്സിബിഷനിൽ പങ്കെടുക്കാനുണ്ടായ കാരണം. കഴിഞ്ഞ പ്രാവശ്യം സ്ഥിരം വരുന്ന ആളുകൾ എല്ലാവരും വന്നു. അതിന്റെ പുറമെ കുറെ പുതിയ ആളുകൾ ഒരുപാട് ആളുകൾ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാലേ ടെലികോ ഇന്നിപ്പോ സ്റ്റാളിലിരിക്കുമ്പോ ആളുകൾ പറയുന്നുണ്ട് എനിക്കൊരു 10-15 കോള് വന്നേക്കണ്, ഒക്കെ ശല്യമായി തോന്നിന്ന്. SMS പ്രോഗ്രാം വെച്ചില്ലേ കറക്റ്റ്, അതായത് പെർ ഡേ 1 SMS, ലാസ്റ്റ് 3 days 2 SMS എന്നുള്ള രീതിയിൽ അതൊക്കെ ശരിക്കും നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പല ആളുകളോടും സംസാരിച്ചപ്പോ അവര് നമ്മളെ 2026 ഡേറ്റും വെന്യൂ ഒക്കെ പറയുമ്പോ നിങ്ങൾ എന്ന് പോകേണ്ടതായിരുന്നു, നിങ്ങള് ആ ഒരു രീതിയിലാണ് നമ്മള് ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്യണമെന്ന് പറയുമ്പോ ആളുകളെ ഒരു അഭിപ്രായം. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ ഒരു കാര്യം പറയാം, നെക്സ്റ്റ് ഇയർ നമ്മൾ ഇതുവരെ എന്തൊക്കെ ചെയ്തോ അതൊന്നും അല്ലാണ്ട് ബാക്കിയുള്ള ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യണം എന്നുള്ള കാര്യമുണ്ട്. ഇപ്പോ ഈ എക്സിബിഷൻ ഏരിയയിലുള്ളതിന്റെ ഡബിൾ ഏരിയയാണ് നമ്മൾ അവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് ഇത്ര ആള് വന്നാൽ പോരാ, ഇതിന്റെ ഡബിൾ ആളും കൂടി വന്നാലാണ് ആള് വന്നൊരു ഫീല് വരും. കഠിനമായിട്ട് ഇറങ്ങേണ്ടി വരും. ഇൻവിറ്റേഷൻ നടത്തണം, നമുക്ക് പ്രൊഡക്റ്റുകളും വെറൈറ്റി പ്രൊഡക്റ്റുകൾ വേണം, കപ്പാസിറ്റി ഉള്ള മാനുഫാക്ചേഴ്സ് വേണം. പ്രൊഡക്റ്റ് വന്നിട്ട് കാര്യമില്ല, നമുക്ക് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള മാനുഫാക്ചേഴ്സിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. അതില് എന്റെ ഒരു സജഷൻ ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ നമ്മള് ബാംഗ്ലൂർ മൂവ് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു സോൺ വൈസ് തിരിച്ചിട്ടേ ഈ ഒരു പവിലിയൻ വൈസിലേക്ക് നമ്മൾ കൊണ്ടുപോയാല് ആളുകൾക്കും അതിനെ കാണാൻ പോവാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അതായത് ടീക്കുഡ് അങ്ങനെ കേരള ടൈപ്പ് ഫർണിച്ചർ കാണാനാണെങ്കിൽ ആ ഒരു സോണിലേക്ക് അവരെ കോൺസെൻട്രേഷൻ കൂടുതൽ ചെയ്യാം. അതേപോലെ ഈ ലിവിംഗ് കൺസെപ്റ്റില് സോഫ കൂടുതൽ ചെയ്യുന്ന ആളുകളെ ഒരു ലിവിംഗ് സോണിലേക്ക് സെപ്പറേറ്റ് ചെയ്യാം. അത് പാർട്ടിക്കിൾ ബോർഡ് ചെയ്യുന്ന ആളുകളെ ഒന്ന് മാറ്റി അങ്ങനെ ചെയ്തിട്ടൊക്കെ ആയാലേ അത് കുറച്ചും കൂടിയും ഒരു അട്രാക്റ്റീവ് ആവും എന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു. ആളുകൾ എന്താണോ സെർച്ച് ചെയ്യേണ്ടത് ആ ഏരിയയിൽ മാത്രം പോയാൽ അത് അവർ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ബാംഗ്ലൂരിലത്തെ വെന്യൂ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയൂലേ, കാരണം അവിടെ നമുക്ക് ഒരു സിംഗിൾ എൻട്രി സിംഗിൾ എക്സിറ്റ് പോയിന്റ് ഒന്നും കൊടുക്കാൻ പറ്റൂല. അത് ഒരുപാട് എമർജൻസി എക്സിറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ വഴി കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ പ്രോസസ് ഒക്കെ അവിടെ നടക്കണ കാര്യം കൊണ്ട് അതിനെ നമ്മൾ ആ രീതിയിലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ജലീല് പറഞ്ഞ പോലെ അടുത്ത വീക്ക് ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുക്കുക, അടുത്ത വീക്ക് അടുത്ത വർഷത്തേക്കുള്ള മാർക്കറ്റിംഗ് പിന്നെ ഒരാഴ്ച ഓഫീസിൽ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റത്താഴ്ച തുടങ്ങുകയാണ് നമ്മളെ മാർക്കറ്റിംഗ്. അപ്പൊ ഞാൻ ഏതായാലും സ്പോൺസർമാര് അത്യാവശ്യം അയക്കണം. സ്റ്റാള് ഇപ്പൊ ഞാനിന്നിപ്പോ 3 പ്രാവശ്യം ഈ ഹോളിൽ നടന്നു. എല്ലാരും 2.5 അടുത്ത ആൾക്കാർ 6 എല്ലാവരും അങ്ങോട്ട് വരണം. ഇതിന്റെ ഏരിയ ഒന്നുകൂടി കൂട്ടി വേണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. പുറകിൽ പോയ ആളുകള് മുന്നിലേക്ക് വരണം, എല്ലാവർക്കും മുന്നിൽ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അവിടെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. എല്ലാരും ഇച്ചിരി ബിസി ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ചിന്തയും കയറി വരുന്നോണ്ട് ഞാനൊരു ഇങ്ങനെ ഓരോ ആളുകളോട് ചോദിച്ചു എക്സിബിറ്റേഴ്സിനോട് ചോദിച്ചിട്ട്
ഇപ്പത്തെ എനിക്ക് കിട്ടിയ ഒരു കണക്കിൽ അടുത്ത 3 മാസം കൊണ്ട് കൺവേർട്ട് ആവാനുള്ള ഫിഗർ ഏതാണ്ട് 90 to 100 ക്രോസിന്റെ അടുത്തിന്റെ മേലെ നമ്മളെ ഈ ഒരു ഒറ്റ എക്സിബിഷന്റെ 3 ദിവസം കൊണ്ട് ബിസിനസ് കൺവേർട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു സിംഗിൾ സ്റ്റോളിന്ന് എന്നോട് അവര് പറഞ്ഞ സംഭവം എന്താന്ന് വെച്ചാല് അടുത്ത 3 മാസത്തേക്ക് ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9.5 കോടി റുപ്യന്റെ ഓർഡർ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സിംഗിൾ സ്റ്റോളിന്റെ പേര് ഞാനിപ്പോ റിവീൽ ചെയ്യണില്ല, കാരണം അത് അവരൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഞാനൊരു ഓർഗനൈസിങ് ആള് എന്നുള്ള നിലയിൽ ആളോട് സംസാരിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ ഒരു മൈൽഡായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും എന്താ പറയാ ഒരു 100 കോഴ്സിന് മേലെ നെക്സ്റ്റ് 3 മന്തിനുള്ളിൽ ബിസിനസ് ജനറേറ്റ് ആവാനുള്ള ഒരു സാധനമാണ്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം ഐഫ് അനൗൺസ് ചെയ്ത പോലെ ടിവോറിന് 10,000 ബോർഡാണ് അവര് അടുത്ത 6 മാസത്തിനുള്ളിൽ ഡെലിവറി മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞത് 6 കോടി റുപ്യന്റെ സ്റ്റോറിയിൽ ഒരു കണ്ടെയ്നർ തന്നിക്കണം. അല്ല ഇതിപ്പോ നമ്മളെല്ലാരും ബ്രാൻഡ് ചെയ്ത് ഇപ്പൊ ഈ കൊല്ലം എനിക്ക് അതും കൂടി പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാരും ബ്രാൻഡ് ചെയ്തിരിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഓർഡർ എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ. എന്തായാലും ഭയങ്കര സന്തോഷം. കാരണം ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഈ 10 വർഷത്തിനിടയിൽ ഈ 7ാമത്തെ എഡിഷൻ എത്തിയിട്ട് ഇത്രയും സ്മൂത്ത് ആയിട്ട് ഒരു 3rd ഡേ ഫൈനൽ ഞാന് എന്താണ് പറയാ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു പ്രഷർ ഉണ്ടായിട്ടില്ല. അത് ഫസ്റ്റ് ഡേ പോലും ഇല്ല. ഫസ്റ്റ് ഡേ മോർണിംഗില് യൂഷ്വലി നമ്മള് ഒരു സാധാരണഗതിയിൽ എന്താ നടക്കുക വെച്ചാല് ആ വഴിയിൽ ഒരു ബാരിക്കേഡ് ഇടണം, ഇവിടുത്തെ എന്താണ് പറയാ ലൈറ്റ് കത്തണില്ല, ഈ വക ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടേ ഈ കൊല്ലം എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. നമുക്ക് അതിനൊരു കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടില്ല. ആ കാര്യത്തിൽ നമ്മള് ജലീലിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കാരണം ജലീൽ ആ ഒരു കാര്യങ്ങള് നമ്മളെ 4 പേരെയും ബിസിയും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ ജലീൽ അതിനെ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തത് 100% അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കേസാണ്. ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം കാര്യങ്ങളൊക്കെ എഴുതി വളരെ കൃത്യമായിട്ട് അല്ല നമ്മളെപ്പോഴും അങ്ങനെ തന്നെ വേണ്ട. പിന്നെ നമ്മളെ വെണ്ടേഴ്സിനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളെ നിയോ കൊച്ചിൻ, ലീഡക്സ്, റോബസ്റ്റ്, പേർപ്പിൾ ചട്നി, എല്ലാവരും സ്റ്റാഫുകളെ ഓഫീസ് സ്റ്റാഫ് പിന്നെ നമ്മള് ഓരോ ഏരിയക്കും കുറെ കാലമായിട്ട് നമ്മൾ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യണത് നമുക്ക് അവരോടൊന്നും പറയാതെ തന്നെ അവർ കണ്ടറിഞ്ഞെല്ലാം ചെയ്യണോണ്ട് നമ്മൾ ഫ്രീ ആവുന്നത്. നമ്മളെ അവരും എക്സ്പീരിയൻസ്ഡ് ആയി. കാരണം നമ്മളെ എക്സ്പീരിയൻസ് അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കായതുകൊണ്ട് അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പെട്ടെന്ന് പറ്റണുണ്ട്. അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നമ്മളോട് ഒരുപാട് ചോദിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മള് ഇതില് കഴിഞ്ഞ പ്രാവശ്യം ചെന്നൊരു ഫാൾട്ട് നമ്മൾ നികത്തി. അത് എക്സിബിറ്റർക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമാണ്. നമ്മൾ എല്ലാ ഹോളിലും ആളുകളെ വെച്ചിട്ടുണ്ട്. എക്സിബിറ്റേഴ്സിന് എന്ത് സഹായം വേണമെങ്കിലും വെള്ളം അടക്കം കൊടുന്നു കൊടുക്കാം. എന്റെ ഒരു സജഷൻ ഉണ്ട്, നെക്സ്റ്റ് ഇയർ നമ്മള് ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സും നമ്മളൊന്ന് ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഓൺലൈനാക്കി മാറ്റി ഈവൻ പേയ്മെന്റ് പോലും ഒരു പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് ആളുകൾക്ക് സ്റ്റാഫില് ഫ്രീ ആവണേക്കാളും കൂടുതൽ അവർക്ക് സ്റ്റോള് ബുക്ക് ചെയ്യാനും സ്റ്റോള് ബ്ലോക്ക് ചെയ്യാനും ഒക്കെ ഇങ്ങനെ ഒരുപാട് കോൾ ചെയ്യാണ്ട് അത് ഒരു ഡെസ്ക്ടോപ്പിലെ ക്ലിക്കിൽ തീരാവുന്ന ഒരു കേസ് കെട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഫസ്റ്റത്തെ റോയൽ സ്റ്റാൾ വേണമെന്ന് പറയും. നമ്മള് ആർക്കാ കൊടുക്കുക, എല്ലാവരും ആവശ്യപ്പെട്ടു നമുക്കത് ഓൺലൈനിൽ ഇട്ട് ആർക്കാണോ ബുക്ക് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന രീതിയിൽ ബാക്കിയുള്ള വലിയ എക്സിബിഷൻ ഒക്കെ ചെയ്യുന്ന പോലെ നമ്മളൊരു ഓപ്ഷൻ പ്രോസസ്സിലേക്ക് ഒന്നും പോകാൻ നമ്മളൊരു ഫാമിലി പോലെ കാണുന്ന എക്സിബിറ്റേഴ്സ് അല്ലേ. അപ്പൊ ആരാണോ ആദ്യം വരുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ആ ഒരു ഓൺലൈനിലിട്ട് അവർക്ക് ആവശ്യമുള്ള ആദ്യം ക്ലിക്ക് ചെയ്ത് അവരെന്നെ ബുക്ക് ചെയ്തോളൂ, അതിനുള്ള സംവിധാനം. എന്റെ അഭിപ്രായം അതാണ്. അപ്പൊ അതിനെ നമുക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മള് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, MSME ഡയറക്ടർ ഉദ്ഘാടനം ചെയ്തു. ഉച്ചക്കല്ല 3 മണിക്കാണ് പോണത്. അപ്പൊ മൂപ്പരാണ് ഇത്രയും വലിയ എക്സിബിഷനാണ് ഞാൻ അറിഞ്ഞില്ല. ഇന്ന് എന്തോ ഒരു പേപ്പർ ബസ്ബൈൻ്റെ സ്റ്റാളുണ്ട്, പേപ്പർ വർക്ക് സാധാരണ 60 അതിൽ നിർത്തി 10-ാം തീയതി ഡേറ്റ് ആണ്, അത് നിർത്തി വെക്കണതാണ്. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കാനുള്ള അവസരം തരാം. അങ്ങനെ കുറേ എക്സിബിറ്റേഴ്സിൻ്റെ ഉണ്ട്, പുതുതായിട്ട് വന്ന എക്സിബിറ്റേഴ്സ്, അവർ MSME ലോഗോ വെക്കാത്ത.
അതൊക്കെ ലോഗോ ഒട്ടിച്ചിട്ട് ഫോട്ടോ അയച്ചു തരാനും ഒക്കെ പറഞ്ഞു മൂപ്പര്. അടുത്ത വർഷം എണ്ണം കൂട്ടാനുള്ള വർക്കുകളും ചെയ്തു. ആള് പറഞ്ഞു അത്ര വലിയൊരു ഇവന്റ് ആണ് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കായി അപ്പുറമായി വളരെ നല്ലൊരു ഇവന്റ് ആണ്. ഇന്നത്തെ ഇവന്റുകളാണ് ചില സാധനങ്ങൾ അൺഎക്സ്പെക്ടഡ് എന്ന് പറയണില്ലേ. ഇപ്പൊ MSME-കാരൻ അത് പറഞ്ഞു എന്നുള്ളതിനേക്കാളും കൂടുതൽ സൺഡേയില് നമ്മള് റഷ്, ഇന്നലത്തെ റഷ് മാനേജ് ചെയ്യാൻ പറ്റാത്ത രാവിലെ സെർവർ ജാമായ പോലെ പ്രിന്റ് നടക്കണില്ലായിരുന്നു. അതായത് എല്ലാവരും കൂടി ഒരേ ടൈമില് സേവ് ചെയ്യുമ്പോ ഇത് കൃത്യമായിട്ട് ആവാത്ത ഒരു മെഷീൻ ചൂടായി. കൂടി അവിടെ പ്രിന്റ് മെഷീൻ ചൂടായി. പെർ മിനിറ്റിൽ എടുക്കുന്ന പ്രിന്റിന് ലിമിറ്റ് ഉണ്ട്. അതിലും കൂടുതൽ പ്രിന്റിങ് 2 മിഷീനിൽ കൊടുക്കുമ്പോൾ പ്രിന്റിന്റെ ഹെഡ് ഹീറ്റായിട്ട് പ്രിന്റ് വരാതിരുന്നു. അത്രയും റഷ് ആയിരുന്നു. നമുക്ക് ഇത്ര തോനെ ക്രൗഡ് സൺഡേ വരികയാണെങ്കിൽ നമുക്ക് സൺഡേ മാത്രം ഒരു 2 അല്ലെങ്കിൽ 4 രജിസ്ട്രേഷൻ നെക്സ്റ്റ് ഇയർ നമ്മള് സെപ്പറേറ്റ് അത് ചെയ്തേ പറ്റുള്ളൂ. അതിന് നമ്മൾ ഒന്നും കൂടി എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പ്രിന്റിങ് വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിട്ട് ആളുകൾക്ക് മൊബൈലില് രജിസ്ട്രേഷൻ ചെയ്ത് വരുന്ന QR കോഡ് കാണിച്ച് എൻ്റർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ അവിടെ എത്ര തോന്നെ അല്ല ഞാൻ അങ്ങനെ അത് നമ്മളെപ്പോഴും ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. പക്ഷെ എപ്പോഴും നമ്മൾ എന്താ അറിയോ, നമ്മളെ സ്പോൺസേഴ്സിനെയും ബാക്കിയുള്ളവരെയും ഒന്ന് ആ ലിനിയായിട്ടുള്ള അവരെ പേര് വരുന്നതിന്റെ ആ ഒരു പ്രോസസ്സ് നമ്മള് ആ ഒരു ബ്രാൻഡിങ് ഏരിയ നമ്മൾ കളയണ്ട എന്നുള്ള ആ ഒരു പ്രോസസ് കൊണ്ടാണ് ഇപ്പോഴും നമ്മള് പേപ്പർലെസ് ആവാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഞാന്. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയുക അല്ലെങ്കിൽ താങ്ക്സ് പറയുക അതിലൊരു കഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തൊക്കെയായാലും ഞാൻ ജലീലിന്റെ കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയാം. ഈ കൊല്ലം ഇങ്ങനെ ഒരു എന്താണ് പറയാ എല്ലാ കാര്യത്തിനും വേണ്ടി ഇത്രയും ഓടിച്ചാടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതില് അത് ജലീലിനൊരു സ്പെഷ്യൽ അപ്രീസിയേഷൻ നമ്മൾ കണ്ടേ പറ്റും. ഓരോരുത്തരോടും നല്ല നല്ല വാക്കുകൾ തന്നെയാണ് പ്രചോദനം നാളത്തെ ഓരോ കാര്യങ്ങൾക്കും. അപ്പോ നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മളെ 2026 വർക്ക് തുടങ്ങാം. അപ്പൊ ഈ സക്സസിന്റെ പേരില് അടുത്ത ഒരു വീക്ക് ഓഫ് നമ്മളിവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് we are so happy. നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. All exhibitors and visitors. HIF, Hindustan International Furniture Fair.